98 സിനിമ അങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ 100 ആകാൻ 2 സിനിമകൾ മാത്രമാണ്. ഇനിയുള്ള 2 സിനിമകൾ ഏതാണ്? 100ാമത്തെ സിനിമ ഏതാണ്? പ്രേക്ഷകർക്കൊരു താല്പര്യം ഉണ്ടാവും കേൾക്കാൻ. 100ാമത്തെ സിനിമ സംഭവിച്ചാൽ അത് ഞാനൊരിക്കലും ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സിനിമയെക്കുറിച്ച് ആലോചിക്കാറില്ല. ആ സിനിമ കഴിഞ്ഞിട്ടേ ആലോചിക്കാറുള്ളൂ. അടുത്ത 2 സിനിമ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ അടുത്ത 2 സിനിമ എന്താണെന്ന് ഇനിയും എനിക്കറിയില്ല. സോ 100ാമത്തെ സിനിമ എന്താണെന്ന് ആലോചിച്ചിട്ടില്ല. ആകെ എനിക്ക് വ്യക്തമായ ധാരണയുള്ള ഒരു കാര്യമുള്ളൂ, 100ാമത്തെ സിനിമ ലാലുവിൻ്റെ കൂടെയാണ്, മോഹൻലാലിൻ്റെ കൂടെയാണ്. അത് മാത്രമേ ഒരു വ്യക്തതയുള്ളൂ. മറ്റൊരു കാര്യത്തിൽ എനിക്ക് വ്യക്തത എന്ന് നടക്കും, എപ്പോൾ തുടങ്ങും എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് ചില ഓൺലൈനിലൊക്കെ ഉണ്ട് ഈ 100ാമത്തെ സിനിമ കഴിയുമ്പോൾ വിരമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മടുത്തു റിട്ടയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചില ഓൺലൈനുകളൊക്കെ വന്നു. എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ അത്? ഇല്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനല്ല. പ്രായമാകുമ്പോൾ നമ്മൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എനിക്കും എൻ്റേതായ പ്രശ്നമുണ്ട്. പഴയ പോലെ ഓടി നടന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ 100 സിനിമ എത്തിയാൽ ഇപ്പോഴും ഞാൻ 100 സിനിമ എത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. കാര്യം സിനിമയിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, എവിടം വരെ പോകും, എന്താകും എന്നൊന്നും സിനിമയെക്കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ 100ാമത്തെ സിനിമ എത്തുമ്പോൾ ആലോചിക്കാം, എത്തിക്കഴിഞ്ഞിട്ട് ആലോചിക്കാം. എന്തായാലും ഈ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യം പഴയ പോലെ ഉള്ളൊരു എന്താ പറയുക എനർജി പ്രായം കൊണ്ട് നമുക്കെപ്പോഴില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പക്ഷേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നേ ഉള്ളൂ. കാര്യം ആരോഗ്യമുള്ളത് വരെ ജോലി ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അതിന് മുകളിലല്ലാണ്ട് ഞാൻ ഇത് കഴിഞ്ഞാൽ പിന്നെ സന്യാസത്തിന് പോവുകയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് സംഭവിക്കട്ടെ, സംഭവിച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കാം.